പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ചില സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് വാഗ്ദാന തള്ളുകളുമായി നമുക്കരികിൽ വരുന്നുണ്ടാവും. ചിലർ കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് വികസനത്തിന് വേണ്ടി ശ്രമിക്കുന്നവരുമാകും. സത്യസന്ധരെ, നന്മയുള്ളവരെ തിരിച്ചറിയുക. ഒരു കഥ കേൾക്കൂ. ആൻ്റപ്പൻ്റെ തള്ള്. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ ഓരോ കോണിലും പോസ്റ്ററുകളും ബാനറുകളും സഹിതം എല്ലായിടത്തും ഉത്സവ അന്തരീക്ഷമായി. ആ സമയത്ത് വെള്ളയും ധരിച്ച് ചുണ്ടിലൊരു പുഞ്ചിരിയുമായി ആൻ്റപ്പൻ ചേട്ടൻ വോട്ടു തേടി നാട്ടിലിറങ്ങി. ചങ്ങാതിയുടെ പൊതുയോഗം മൈതാനിയിൽ ആരംഭിച്ചു. പ്രായമായ കുറച്ചുപേർ മാത്രമുണ്ട് കാണികളായി. ആൻ്റപ്പൻ ചേട്ടൻ്റെ രസകരമായ പ്രസംഗം കേൾക്കാൻ അവർക്കിഷ്ടമാണ്. ആൻ്റപ്പൻ ശ്വാസം വലിച്ച് കൈ ഉയർത്തി പറഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ നൽകുന്ന വാഗ്ദാനങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ ജയിച്ചാൽ നമ്മുടെ പുഴയിലൂടെ തേനും പാലും ഒഴുക്കും. രാവിലെ പാലും വൈകുന്നേരം തേനുമാണ് ഒഴുക്കുക. ജനക്കൂട്ടത്തിൽ നിന്ന് ആരോ ചിരിച്ചു. അപ്പ ചേട്ടാ, ചായക്ക് പുഴയിൽ നിന്ന് നേരെ പാലെടുക്കാം അല്ലേ? ആൻ്റപ്പൻ ആവേശമായി. അതേടോ, അതാണ് എൻ്റെ ആശയം. അയാൾ തുടർന്നു. തെരുവു നായ്ക്കളുടെ ശല്യം അകറ്റാനുള്ള പ്രത്യേക സെൽ രൂപീകരിക്കും. അതിനുവേണ്ടി ഒരു ഫോൺ നമ്പർ തന്നെ ഉണ്ടായിരിക്കും. നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ വന്ന് നായ്ക്കളെ പിടിച്ചുകൊണ്ടു പോകും. ആഹാ, മെമ്പർ പട്ടിപിടുത്തവും തുടങ്ങാൻ പോവുകയാണല്ലേ? ഒരു വിരുദ്ധൻ വിളിച്ചു ചോദിച്ചു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായാൽ സ്കൂൾ കുട്ടികളുടെ ഹോംവർക്ക് അവസാനിപ്പിക്കും. അനാവശ്യമായി രക്ഷിതാക്കളെ കഷ്ടപ്പെടുത്തില്ല. സ്കൂളിൽ ദിവസവും ഐസ്ക്രീമും കിട്ടും. ആൻ്റപ്പൻ്റെ തള്ളുകേട്ട് ആളുകൾ ഓടിക്കൂടി. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് റോഡിലെ കുഴികളല്ലേ? അവയെ ടൂറിസ്റ്റ് സ്പോട്ടാക്കി വരുമാനമുണ്ടാക്കും. ഗട്ടറിൽ ഒരു ചൂണ്ട പദ്ധതി തയ്യാറാക്കി വരുന്നു. മഴ കൂടുതലായാൽ വീടുകൾക്ക് മുന്നിൽ സൗജന്യ ബോട്ടുകൾ, സൗജന്യ കുടകൾ. മഴ കുറഞ്ഞാൽ കൃത്രിമ മഴ പെയ്യിക്കും. നമ്മുടെ ഗ്രാമത്തിൽ എല്ലായിടത്തും സൗജന്യ വൈഫൈ ഏർപ്പെടുത്തും. ഇതൊക്കെ കേട്ട് ജനങ്ങൾ കൈയടിച്ച് ചിരിച്ചു. ആൻ്റപ്പൻ ചേട്ടൻ്റെ കൂടെ പ്രചാരണത്തിന് നടന്നിരുന്ന കുട്ടപ്പൻ ചേട്ടൻ ചോദിച്ചു, ചേട്ടോ, ഇതെല്ലാം സത്യമാണോ? ആൻ്റപ്പൻ പുഞ്ചിരിച്ചു. ചങ്ങാതി, വാഗ്ദാനം കേൾക്കുമ്പോൾ ജനം സന്തോഷിക്കും. ചിലരൊക്കെ വിശ്വസിക്കും, ചിലർ വോട്ട് ചെയ്യും, ചിലരെന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പോൾ പരമാവധി ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക. അതാണ് എൻ്റെ രീതി. ബാക്കിയൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. ആൻ്റപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടപ്പൻ തലയാട്ടി.